അങ്ങനെ സാന്ത്വനത്തിൽ ഇപ്പോൾ ആനന്ദ് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ അടക്കം കാണിച്ചു കൊടുത്ത് എല്ലാവരോടും ദേവിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും ദേവിയുടെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ ആദ്യം ഇവള് 10ാം ക്ലാസ് തോറ്റതാണ്, അല്ലാതെ MA ലിറ്ററേച്ചറും കുന്തമൊന്നും അല്ല എന്നൊക്കെ പറയുമ്പോൾ മീനു ഉടനെ ചോദിക്കുകയാണ്, വിദ്യാഭ്യാസം കുറവാണെന്ന് പറഞ്ഞ് ഒരാൾ മോശക്കാരാണെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് ഉടനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആനന്ദ് പറയാണ്, എൻ്റെ മീനു, ഇവിടെ വിദ്യാഭ്യാസം കുറഞ്ഞു പോയി എന്നുള്ളതല്ല പ്രശ്നം, അത് തുറന്ന് പറയാതെ ഇവള് കാണിച്ചു കൂട്ടിയ നാടകങ്ങൾ എത്രയാണെന്ന് നിനക്ക് അറിയോ? വിദ്യാഭ്യാസം ഇല്ലാത്തത് ഒരാളുടെ കുറ്റമല്ല, പക്ഷെ ഒരാളെ പറഞ്ഞ് പറ്റിക്കുന്നത് അത് വലിയ കുറ്റമല്ലേ എന്ന് പറയുമ്പോൾ മിത്ര ചോദിക്കുകയാണ്, ആനന്ദേട്ടാ ഞാനിത് വിശ്വസിക്കില്ല. 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാൾക്ക് എങ്ങനെയാ സ്കൂളിൽ ടീച്ചറായിട്ട് ജോലിക്ക് പോകാൻ പറ്റുക, IT കമ്പനിയിൽ ജോലി ചെയ്യാൻ പറ്റുക? അതിനൊക്കെ വിദ്യാഭ്യാസം വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യം, ഇത് മീനു ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞിട്ട് ആനന്ദ് ബാക്കി കാര്യങ്ങൾ കൂടെ പറയാണ് കേട്ടോ. മീനുവിന് എന്തോ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ ഉടനെ അതൊരു തെറ്റല്ലല്ലോ എന്നാണ് മീനു പറയുന്നത്. അതിന് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മീനു മറന്നു പോയതുപോലെയാണ് സംസാരിക്കുന്നത്. അപ്പം ഇത്രയാണ് അത് കറക്റ്റായിട്ട് ചോദിച്ചത്. ഇങ്ങനെയുള്ള ആൾക്ക് എങ്ങനെയാണ് ഇവിടെയൊക്കെ ജോലി ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ ആനന്ദ് ബാക്കിയുള്ള കാര്യങ്ങളോട് പറയാണ്, നിങ്ങൾക്കറിയോ ഞാനിത് എപ്പോഴാണ് കണ്ടുപിടിച്ചത് നിങ്ങൾക്കറിയോ? ഇവള് നമ്മളിൽ നിന്ന് മറച്ചു വെച്ചത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? സ്കൂളിൽ ജോലിക്ക് പോയി അവിടെ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ ഓരോ തവണയും ഇവൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിയായിരുന്നു. അതൊക്കെ പോട്ടെ, ഇവളുടെ MA സർട്ടിഫിക്കറ്റ് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലല്ലേ നമ്മൾ ആരെങ്കിലും കാണുള്ളൂ. ഇവൾ MA പഠിച്ചിട്ടുണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവുള്ളൂ. അതില്ലാത്തത് കൊണ്ടാണ് ആ സ്കൂളിലെ ജോലി ഇവൾ ഉപേക്ഷിച്ചത്. അത് കഴിഞ്ഞ് IT കമ്പനിയിൽ മെച്ചപ്പെട്ട ജോലിക്ക് പോവാണെന്ന് പറഞ്ഞ് നമ്മളോടൊക്കെ കള്ളം പറഞ്ഞ് ഇവൾ പോയത് എങ്ങോട്ടാണെന്നറിയോ? ഞാനും ആദ്യം ഇവൾ IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞ് അഭിമാനിച്ചിരുന്നു. മരുമകളെ കുറിച്ച് വലിയ അഭിമാനത്തോടു കൂടി അച്ഛൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവളുണ്ടല്ലോ, ഇവള് ജോലിക്ക് പോയത് IT കമ്പനിയിലൊന്നും അല്ല. മീനു, മിത്രേ, നിങ്ങൾ എത്ര തവണ ഇവളോട് ചോദിച്ചിട്ടുണ്ട് ഇവൾക്ക് അവിടെ എന്താ ജോലിയെന്ന്? ഇവള് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ആലോചിച്ച് നോക്കുകയാണ് കേട്ടോ. എന്താ ജോലിയെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നുമില്ല, എല്ലാ ജോലിയും ചെയ്യണം, നടു ഒടിയുന്നത് വരെ ജോലി ചെയ്യണം എന്നൊക്കെയാണല്ലോ ദേവി പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. അപ്പോൾ IT കമ്പനിയിൽ കൂടെ വർക്ക് ചെയ്യുന്നവരെ പരിചയപ്പെടുത്തി താന്ന് ഞാനും കുറേ തവണ ഇവളോട് ചോദിച്ചിട്ടുണ്ട്. ഇവൾ ഒരിക്കൽ പോലും അതിനൊന്നും തയ്യാറായില്ല. അതിൻ്റെയൊക്കെ കാരണം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞ് ആ ഹോട്ടലിൽ പോയ ആ കഥ, ആ ഹോട്ടലിൽ നടന്ന കഥകളെല്ലാം പറയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇവളുടെ യോഗ്യത മനസ്സിലാക്കിയത്, ഇവളെ കുറിച്ചുള്ള സത്യങ്ങൾ തിരിച്ചറിഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ആണോ എന്നും പറഞ്ഞ് നോക്കുകയാണ്. അപ്പം മീനു ഉടനെ ചോദിക്കുകയാണ്, അതിന് ഹോട്ടലിലെ ജോലി ഒരു തെറ്റല്ലല്ലോ, എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യത ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ്. മീനുവിന് എന്താന്ന് വെച്ചാൽ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഉടനെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു എതിരഭിപ്രായം പറയണം, അല്ലാതെ അയാൾ എന്താ പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള ക്ഷമയൊന്നും മീനുവിനില്ല. അതേപോലെയാണ് ഇപ്പോൾ 10ാം ക്ലാസ് എന്ന് പറഞ്ഞ ഉടനെ 10ാം ക്ലാസ് വരെ പഠിച്ചു എന്നൊരു തെറ്റല്ലല്ലോ, ഹോട്ടലിൽ ജോലി ചെയ്തു എന്ന് പറഞ്ഞ ഉടനെ ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് ഒരു മാന്യത കുറവല്ലല്ലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ ബാലൻ ഉടനെ ചോദിക്കുകയാണ്, ദേവി മോള് ഹോട്ടലിൽ ജോലി ചെയ്തു എന്നോ? ഉദയഭാനു സാർ ഇത് അറിഞ്ഞാൽ അദ്ദേഹം എങ്ങനെ സഹിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത്രയും പറയാണ്, ഉദയഭാനു അങ്കിൾക്ക് വലിയ വലിയ ബിസിനസ്സൊക്കെ ഉള്ളതല്ലേ, പറഞ്ഞതാണെങ്കിൽ ഒരു സ്ഥാപനം തന്നെ ദേവിയേട്ടത്തേക്ക് തുടങ്ങി കൊടുക്കുമായിരുന്നല്ലോ, ഹോട്ടലിൽ ജോലി ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറയുമ്പോൾ ആനന്ദ് അടുത്ത കാര്യങ്ങൾ എടുത്തിടുകയാണ് കേട്ടോ. ഉദയഭാനു സാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആനന്ദിന് ദേഷ്യം വരികയാണ്. അച്ഛൻ ഇത്രയൊക്കെ പറയുന്ന ഈ ഉദയഭാനു സാർ ഉണ്ടല്ലോ, ഇവളെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാണ് ഞാൻ അയാളെ വിഗ്ഗില്ലാതെ കാണുന്നത്. ആ ഉദയഭാനു എന്ന് പറഞ്ഞ കള്ളനെ കുറിച്ച് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് എന്ന് പറയുമ്പോൾ മീനു ഉടനെ, തലയിൽ മുടിയില്ലാത്തത് വിഗ് വെച്ചതൊന്നും ഒരു കുറ്റമല്ലല്ലോ എന്ന് പറയാൻ വരുന്നതിന് മുമ്പ് തന്നെ ആനന്ദ് ചാടിക്കയറി പറയാണ്, തലയിൽ മുടിയില്ലാത്തത് ഒരു കുറ്റമല്ല, പക്ഷെ അയാളുടെ തല മാത്രമല്ല അയാൾ ഒളിപ്പിച്ചു വെച്ചത്, അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചതെന്ന് പിന്നീടാണ് അച്ഛൻ ഞാൻ മനസ്സിലാക്കിയത് എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങൾ അവരുടെ വാടക വീടിനെ കുറിച്ചും മോശം അവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ആനന്ദ് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരാൾക്ക് പണവും സ്വത്തൊന്നും ഇല്ല എന്നുള്ളതൊന്നും ഒരു തെറ്റല്ല, പക്ഷെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞ് പറ്റിച്ചത് തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആനന്ദ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ബാലന് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ കടയിൽ നിന്ന് പണം മോഷ്ടിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കൂടെ ആ വീഡിയോയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബാലൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഒരു സമയത്ത് ബാലൻ തിരിച്ചറിഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു, പിന്നീട് അത് തെറ്റിദ്ധാരണയാണെന്ന് ബാലൻ വിചാരിച്ചല്ലോ, അതായിരുന്നു തെറ്റിദ്ധാരണ. മുമ്പ് മനസ്സിലാക്കിയതെല്ലാം സത്യമായിരുന്നു. ഈ ഉദയഭാനു റോഡിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ആ ആള് തന്നെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. പക്ഷെ അതൊന്നും ബാലൻ ഇവിടെ പറയുന്നില്ല. ഞാൻ നേരത്തെ തന്നെ അയാളെ കുറിച്ച് ഒരിക്കൽ മനസ്സിലാക്കിയതാണെന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. അങ്ങനെ ഗോമതിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല, തല കറങ്ങുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഗോമതി ദേവിയോട് വന്ന്
പറയാണ് ഇങ്ങനെ, നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു, എൻ്റെ മോളെ പോലെ ഞാൻ നിന്നെ സ്നേഹിച്ചു, അത് സ്വത്തോ പണമോ കണ്ടിട്ടൊന്നുമല്ല, എനിക്കിതൊന്നും വിശ്വസിക്കാനാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ ദേവിയെ സപ്പോർട്ട് ചെയ്യല്ലാതെ മീനു വേറൊന്നും സംസാരിച്ചിട്ടില്ല. ആകാശും ആര്യനും ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കണം. അനുവും മിണ്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ ദേവിയുടെ മാപ്പ് പറച്ചിലായിരിക്കും. അച്ഛാ ക്ഷമിക്കണം, അമ്മയെ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും ഫേസ് ചെയ്യാൻ വയ്യാതെ റൂമിനകത്ത് പോയി ഡോർ അടച്ചിരുന്ന് കരയാൻ പോകുന്നുണ്ട്. അങ്ങനെ മീനും ഇത്രയും ദേവിയെ വന്ന് സമാധാനിപ്പിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ഗോമതി കയറി വന്നിട്ട്, നിങ്ങൾക്ക് മാത്രം ഇവളോട് എന്താ ഇത്ര വലിയ സ്നേഹം, ഇവള് ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് ആനന്ദ് അവിടെ പറയുന്ന കേട്ടില്ലേ, എൻ്റെ മോൻ്റെ വിഷമം കണ്ടില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവിയെ മുടിയിലൊക്കെ പിടിച്ച് അടിച്ചിട്ടൊക്കെ, ഇനി വേറെ എന്തൊക്കെ കള്ളങ്ങളാ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, വേറെ എന്തൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ട് പറയടി എന്നൊക്കെ പറഞ്ഞ് അടിക്കാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഉദയഭാനുവിനെയും ശ്രീകലയും വിളിച്ചു വരുത്തും. അവര് കാര്യങ്ങളൊന്നും അറിയാതെ ഒരുങ്ങി കെട്ടി ഇങ്ങനെ ജപ്പാനിലേക്ക് പോകുന്ന വഴിയായിരുന്നു, കൊറിയയിലേക്ക് പോകുന്ന വഴിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നിറങ്ങും. എന്നിട്ട് ഇപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയത്, ഇത്രയൊക്കെ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ട് എന്ത് ഭംഗിയായിട്ടാ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ നിങ്ങൾ നാടകം കളിച്ചത്, ഓ വലിയ കോടീശ്വരൻ, ഒരു ബിസിനസ്മാൻ, ഒരാവശ്യമില്ലാതെ നിങ്ങളെയൊക്കെ ബഹുമാനിക്കുകയായിരുന്നില്ലേ ഞങ്ങൾ, എൻ്റെ മോൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാൻ അവൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ഗോമതി ചോദിക്കാൻ പോകുന്നുണ്ട്. ബാലൻ ഉദയഭാനുവിൻ്റെ ഷർട്ടൊക്കെ പിടിച്ചിട്ട്, എടോ എന്നെയും എൻ്റെ മോനെയും എന്തിനാ നീ ചതിച്ചത് എന്നൊക്കെ പറയാൻ പോകുന്നുണ്ട്. അങ്ങനെ ദേവി വന്നിട്ട് അവരെ ഒന്നും ചെയ്യരുത്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ, എന്നെയും എൻ്റെ മോനെയും പറ്റിച്ച ഉദയഭാനുവിൻ്റെ മോള് ഇനി ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ബാലൻ പറയാൻ പോവാണ്. ഗോമതിക്കും അതേ അഭിപ്രായമാണ്, ഇനി ഇവളെ ഈ വീട്ടിൽ വേണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവളെ വിളിച്ചുകൊണ്ട് പൊയ്ക്കോ എന്ന് പറയുമ്പോഴാണ് ഉദയഭാനുവിൻ്റെ ശ്രീകലയുടെയും മട്ടും ഭാവവും ഒക്കെ മാറുന്നത്. അപ്പം അതുവരെ ഇവർ കുറേ ബാലനോട് ഗോമതിയോട് കയ്യോ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു പോയി, അതിന് ഞങ്ങളുടെ മോളെ ശിക്ഷിക്കരുത് എന്നൊക്കെ പറയാനൊക്കെ പോകുന്നുണ്ട്. അവസാനം ഇനി ദേവി ഈ വീട്ടിൽ വേണ്ട, ആനന്ദിന് ദേവിയെ വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇവർ മാറ്റി സംസാരിക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങളുടെ മോളെ ഇങ്ങോട്ടാണ് കല്യാണം കഴിപ്പിച്ച് അയച്ചത്, അങ്ങനെയാണെങ്കിൽ അവൾ ഇവിടെ താമസിക്കും, അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ഇറങ്ങി പോകാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ, ഇറങ്ങില്ലേ, നിങ്ങളായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നോ അതോ ഞാൻ പിടിച്ച് പുറത്തിടണോ എന്നൊക്കെ ഗോമതി ചോദിക്കുമ്പോൾ ഉദയഭാനു ശ്രീകലയൊക്കെ എന്നാൽ പിന്നെ അതൊന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ ഈ ഉദയഭാനുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല, എൻ്റെ മോളെ പുറത്തിറക്കിയാലുണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അവൾ ഇവിടെ തന്നെ കഴിയും, ആനന്ദിന്റെ ഭാര്യയായിട്ട് തന്നെ കഴിയും എന്നൊക്കെ പറയുമ്പോൾ ആനന്ദിന് ക്ഷമ നശിക്കുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ഒരു സ്റ്റാച്ചു എടുത്ത് ഉദയഭാനുവിന്റെ തലയിൽ എറിഞ്ഞ് പൊട്ടിക്കാനൊക്കെ വരുന്നുണ്ട്. എല്ലാവരും കൂടെ തടഞ്ഞ ആനന്ദിനെ പിടിച്ചു വയ്ക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ സീൻ വളരെ മോശമാവുന്നു. അവസാനം ഉദയഭാനു ശ്രീകലയും ഇങ്ങനെ വഴക്കിടാനൊക്കെ വരുന്നുണ്ട്. ഇവർ തിരിച്ചു വഴക്കിടുന്നു. ദേവി ഇടയ്ക്ക് കരഞ്ഞ് ഓരോരുത്തരുടെ ആയിട്ട് കാല് പിടിച്ചുകൊണ്ടിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണം, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ട് കേൾക്കാനൊന്നും ഇവർ തയ്യാറാവുന്നില്ല. കാരണം ബാലനും ഗോമതിയും എന്താന്ന് വെച്ചാൽ ആനന്ദ് ഇത്രയധികം വേദന ഉള്ളിലൊതുക്കി ഇത്ര കാലം ഇരുന്നിട്ട് ഇപ്പോഴാണ് പൊട്ടിത്തെറിച്ച് എല്ലാം പറയുന്നത്. അങ്ങനെ മകന്റെ വിഷമം കാണുമ്പോൾ ഇവർക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആനന്ദിന്റെ വിഷമം കാണുമ്പോഴാണ് ദേവിയോട് ദേഷ്യം തോന്നുന്നതും ദേവിയെ എവിടെ നിന്ന് പുറത്താക്കണമെന്ന് വിചാരിക്കുന്നതൊക്കെ. അപ്പോഴെന്തായാലും മീനും ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. ദേവിയേട്ടത്തി അതിന് വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, അച്ഛനും അമ്മയല്ലേ തെറ്റ് ചെയ്തത്, അതിന് ദേവിയേട്ടത്തി എന്തിനാ ശിക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ പോകുന്നുണ്ട്. ആരും ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഗോമതി അവരോട് പറയാനും പോകുന്നുണ്ട്. അങ്ങനെ തൽക്കാലം ഇതൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് ഇവർ മനസ്സിലാക്കുമെങ്കിലും പിന്നീട് ദേവിയെ ഇറക്കി വിട്ടതിന് ശേഷം ദേവിയുടെ വീട്ടിൽ പോയി ദേവിയെ സമാധാനിപ്പിക്കും, സപ്പോർട്ട് ചെയ്യും, ഓരോ കാര്യങ്ങൾക്ക് സഹായിക്കും, എല്ലാം ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ മുമ്പ് എന്താന്ന് വെച്ചാൽ ഇപ്പം ഇറക്കി വിട്ടാലും പിറ്റേ ദിവസം തന്നെ ദേവി ദേവമംഗലത്തെ മുറ്റത്ത് വന്ന് കാവലിരിക്കാൻ പോകുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം, എന്നെ വീട്ടിൽ കയറ്റണം, നിങ്ങളും ഈ വീടും ആനന്ദേട്ടനൊന്നും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കരയുമ്പോൾ ഇവർ വീണ്ടും ഗോമതി വീണ്ടും ഉദയഭാനുവിനെയും ശ്രീകലയും വിളിച്ച്, നിങ്ങളുടെ മോള് രാവിലെ തന്നെ ഇവിടെ വന്ന് നിൽക്കുകയാണ്, വന്ന് വിളിച്ചുകൊണ്ട് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ അവർ വീണ്ടും വന്ന് ദേവിയെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അതിൻ്റെ കൂടെ തന്നെ ദേവി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്യാത്ത ദേവിയെ മനസാക്ഷിയില്ലാതെ വലിച്ച് പുറത്തിടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാരോടൊക്കെ വിളിച്ച് പറയുക, കൃഷ്ണമംഗലത്തുകാരോട് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദേവിയുടെ വിഷമമൊന്നും കാണാൻ വയ്യാതെ ഇവർ മകൾക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.